ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ നമ്മളിത് കുറച്ച് വൈകിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും. നമ്മളെ കുവ്വ പായസം കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത നാടൻ കുവ്വപ്പൊടി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ തിരുവാതിര സ്പെഷ്യലായ കുവ്വ പായസം തയ്യാറാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്രാവശ്യം പൊടിച്ച പൊടിയല്ല കേട്ടോ എടുക്കണത്. നമ്മൾ എത്രത്തോളം പഴകുന്ന പൊടി എടുക്കണം അത്രയും അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പൊടിച്ച പൊടിയാണ്. അതാണ്. അപ്പം നമ്മൾ ഓരോ വർഷം പൊടിക്കുന്തോറും അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പഴയ പൊടി ഇങ്ങനെ എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ നമ്മൾ കൂവപ്പൊടി ഒരു കപ്പ് അളവിലാണ് കൂവപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുവ്വപ്പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് ഒഴിച്ചു കൊടുക്കണില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കുവ്വപ്പൊടി കിട്ടിയ ശേഷം അതിലേക്ക് ഇനി നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം കേട്ടോ, വെള്ളത്തിൽ കുറച്ച് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ തന്നെ അലിഞ്ഞു പോകും കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നമ്മളിതിലേക്ക് ഈ ഒരു കപ്പ് കുവ്വപ്പൊടിക്ക് നമ്മളൊരു 4-5 ഗ്ലാസ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. തന്നെ ഇത് നല്ല കുറുകി വരുമ്പോൾ നല്ല കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മൈസൂർ പഴമാണ് കേട്ടോ, നല്ല തണുപ്പുള്ള പഴമില്ല, അത് നമ്മളിത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പഴം ടേസ്റ്റ് ഉള്ളവർക്ക് ഇട്ട് കൊടുക്കുക, വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പഴം ഇട്ട് കൊടുത്ത ശേഷം നമ്മളത് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു മുറി തേങ്ങ ചിരവിതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുവ്വപ്പായസത്തിനും വേണ്ട മധുരം കേട്ടോ. ഞാനിത് എത്ര മധുരമെന്ന് അളവ് പറയുന്നില്ല, നമുക്ക് കുറച്ചധികം മധുരം വേണം കേട്ടോ. അതിനനുസരിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ, കുവ്വപ്പായസത്തിന് നല്ല മധുരം വേണം, അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു അര കിലോ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ശർക്കര പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഒരു മിനിറ്റ് നമ്മൾ ഇളക്കാതിരുന്ന് വെച്ചാൽ അത് അടി പിടിക്കും കേട്ടോ, വേഗം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ശർക്കരയൊക്കെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കളർ തന്നെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ആവാരായുമ്പോൾ തന്നെ നമുക്ക് ചട്ടുകം കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കുറച്ച് കട്ടി പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ നമുക്കത് കുറുകി വരാനുള്ളൊരു സമയം അറിയാം. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നെയ്യ്, കുട്ടികൾക്ക് കുവ്വപ്പായസത്തിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കുട്ടികൾക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കണില്ല. പിന്നെ നമുക്ക് അടി പിടിക്കുന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ തോന്നും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിത് കുവ്വപ്പായസം റെഡി ആവാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു കപ്പിന് നമ്മൾ 5 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തോടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കുവ്വപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പപ്പടവും പിന്നെ നമ്മളുടെ പുഴുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. നമ്മളെ തിരുവാതിരയ്ക്ക് സ്പെഷ്യൽ അതാണല്ലോ, പുഴുക്ക്, പപ്പടം, പഴം, ഈ ഒരു 3 കോമ്പിനേഷൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു പായസം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ പൊടി വാങ്ങിയിട്ടൊന്ന് വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ചൂടോട് തന്നെ കഴിക്കണം കേട്ടോ, നല്ല അതിന് ടേസ്റ്റ് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ബൈ.